എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. എല്ലാവരും അത് ചെക്ക് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ചെക്ക് ചെയ്യാത്തവർ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്റ്റർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് ചെക്ക് ചെയ്യുക. പുതിയ അപ്ഡേറ്റിൽ പറയുന്നത് കാൻഡിഡേറ്റ്സിന് വേണമെങ്കിൽ കൂടുതൽ കോളേജസ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നേരത്തെ ഓപ്ഷൻസൊക്കെ റീഅറേഞ്ച് ചെയ്യാനും പിന്നെ ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റിലൂടെ അപേക്ഷേൻ്റെ റാങ്കും നൽകിയിട്ടുള്ള ഓപ്ഷനുകൾക്കും അനുസരിച്ച് അലോട്ട്മെൻറ്റ് ലഭിക്കുമോ ഇല്ലയോ എന്നൊരു ജസ്റ്റ് ഒരു ചാൻസ് ആണ് ട്രയൽ അലോട്ട്മെൻറ്റിലൂടെ ചെക്ക് ചെയ്യുന്നത്. അതെല്ലായ്പ്പോഴും ശരിയാവണമെന്നൊന്നുമില്ല. ഇതൊക്കെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാണാത്തവർ ആ വീഡിയോ ചെന്ന് കണ്ടാൽ കുറച്ചുകൂടെ മനസ്സിലാവുന്നതായിരിക്കും. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് കോളേജ് ഓപ്ഷൻസൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ലിസ്റ്റിലുണ്ടായിരുന്ന കോളേജസ് ഒന്നും തന്നെ വീണ്ടും ആഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുമാണ് സാധിക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് കോളേജസ് ഒന്നും ആഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം പുതിയതായിട്ട് കോളേജസ് ആഡ് ചെയ്യണമെങ്കിൽ ലിസ്റ്റിലില്ലാത്ത കോളേജസ് LBSന്റെ അപ്രൂവ് ലഭിച്ച് വരികയാണെങ്കിൽ അത് വരുന്ന ടൈമിൽ ആ കോളേജ് ആഡ് ചെയ്യാനായിട്ട് അവരെന്ത് ചെയ്യും, ചാൻസ് തരുന്നതായിരിക്കും. അല്ലാതെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി എക്സ്ട്രാ ആയിട്ട് കോളേജസ് ഒന്നും ആഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ വയ്ക്കുന്ന കോളേജ് ഓപ്ഷൻസ് 3 അലോട്ട്മെൻറ്റിനും കൂടെ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് കോളേജ് ഓപ്ഷൻസ് വയ്ക്കണോ വേണ്ടയോ എന്ന്, അതായത് വീണ്ടും കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും കൂടുതൽ കോളേജസ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കോളേജ് ഓപ്ഷൻസ് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നേരത്തെ ട്രയൽ അലോട്ട്മെൻറ്റ് കൊടുത്ത അതേ ഓപ്ഷൻസ് മതിയെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ വെച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒക്ടോബർ 23-ാം തീയതി വരെ കൂടുതൽ കോളേജസ് ആഡ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഒക്ടോബർ 25-ാം തീയതിയാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആ സീറ്റ് ഉറപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾ ടോക്കൺ ഫീ നിശ്ചിത സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കണം. ടോക്കൺ ഫീ അടയ്ക്കാത്തവർക്ക് അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആവുന്നതായിരിക്കും. ദാറ്റ് മീൻസ് നിങ്ങൾ ഇപ്പോൾ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി, ആ കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു സീറ്റ് ഉറപ്പിക്കുന്നതിനായിട്ട് ടോക്കൺ ഫീ അടച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ആ കിട്ടിയ സീറ്റ് ക്യാൻസൽ ആവുന്നതായിരിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി ഹയർ ഓപ്ഷൻസ് ഒന്നും പരിഗണിക്കേണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻസിനെയൊക്കെ റിമൂവ് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഹയർ ഓപ്ഷൻസിലുള്ള ഏതെങ്കിലും കോളേജസ് ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ആ കിട്ടിയ ഓപ്ഷനുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. സോ ഹയർ ഓപ്ഷൻസ് വേണ്ടാത്തവരാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുക. എന്താണ് ഹയർ ഓപ്ഷൻസ്, എന്താണ് ലോവർ ഓപ്ഷൻസ് എന്നൊക്കെ നേരത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ചെന്ന് കാണുക. എന്താണ് ഹയർ ഓപ്ഷൻസ്, എന്താണ് ലോവർ ഓപ്ഷൻസ് എന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി പറയാം. ഇപ്പം നമ്മൾ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി 20 കോളേജസ് ആണ് കൊടുത്തതെങ്കിൽ നമ്മൾ 10ാമത് വെച്ച കോളേജാണ് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 11 മുതൽ 20 വരെയുള്ള താഴോട്ടുള്ള ഓപ്ഷൻസ് എന്ത് ചെയ്യും, റിമൂവ് ആയി പോകും. അങ്ങനെ 11 മുതൽ 20 വരെയുള്ള താഴോട്ടുള്ള ഓപ്ഷൻസിനെയാണ് ലോവർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ആ ലോവർ ഓപ്ഷൻസ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. ഇനി ഹയർ ഓപ്ഷൻസ് എന്ന് പറയാനായിട്ട് 1 മുതൽ 9 വരെ മുകളിലോട്ട് വെച്ച്, അതായത് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൻ്റെ മുകളിലോട്ടുള്ള അത്രയും ഓപ്ഷൻസ്, ഇവിടെ 1 മുതൽ 9 വരെയുള്ള ഓപ്ഷൻസിനെയാണ് ഹയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ആ ഹയർ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്ത് കൊടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 10ാമതാണ് വെച്ച ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയത്. ആ കിട്ടിയ ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഹയർ ഓപ്ഷനിൽ നിന്നും റീഅറേഞ്ച് ചെയ്ത് കൊടുത്ത് അത് ഏതെങ്കിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ കിട്ടിയ അലോട്ട്മെൻറ്റ് അതിലോട്ട് ചേഞ്ച് ആവുന്നതായിരിക്കും. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ സീറ്റ് ക്യാൻസൽ ആയിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ടൈമിൽ പറയുന്നതായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക. പിന്നെ ഇതിൽ തന്നെ വേറൊരു കേസ് ഉള്ളത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ വെച്ച കോളേജാണ് കിട്ടിയതെങ്കിൽ ഈ കേസിൽ ലോവർ ഓപ്ഷൻസ് എല്ലാം റിമൂവ് ആയി പോവുകയും ഹയർ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ആ ഓപ്ഷൻ വെച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ആ കോളേജിൽ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ജോയിൻ ചെയ്യേണ്ടി വരും. പിന്നെ മാറാനായിട്ട് സാധിക്കുന്നത് അല്ല. സോ നിങ്ങൾ ഓപ്ഷൻസ് ഒക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള കോളേജസ് അല്ലെങ്കിൽ കോഴ്സസ് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ഇഷ്ടത്തിന് വയ്ക്കുക. ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. കാരണം അതൊരു ജസ്റ്റ് ഒരു ചാൻസ് ചെക്ക് ചെയ്യുന്നതാണ്, ഒരു ഡെമോ പോലെ ട്രയൽ റണ്ണൊക്കെ കണ്ടക്ട് ചെയ്യും പോലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവാൻ വേണ്ടി നടത്തുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തൊട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതും യഥാർത്ഥ അലോട്ട്മെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ആവുന്നതും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തൊട്ടാണ്. സോ ട്രയൽ അലോട്ട്മെൻറ്റിൽ കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തു. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വീണ്ടും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണമെന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. വീണ്ടും ഓപ്ഷൻ കൊടുക്കണോ വേണ്ടിയോ എന്ന്, നിങ്ങൾക്ക് കൂടുതൽ കോളേജസ് കൊടുക്കാൻ താല്പര്യമാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് നേരത്തെ കൊടുത്ത ഓപ്ഷൻസ് മതിയെങ്കിലും നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയില്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടൂലെന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഡെമോയാണ്. അതിൽ കിട്ടിയാലും ഇല്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടാത്തവർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും അങ്ങോട്ടുള്ള അലോട്ട്മെൻറ്റ്സിലൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഏതൊക്കെ കാൻഡിഡേറ്റ്സിന് എത്ര റാങ്ക്, എത്ര ഇൻഡെക്സ്, ഏത് കാറ്റഗറിയിൽ എവിടെയൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അലോട്ടഡ് ലിസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് അലോട്ടഡ് ലിസ്റ്റ് നോക്കുന്നതെന്ന് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരത് കണ്ട് മനസ്സിലാക്കുക. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.